ഇൻഫോ പാർക്കിൽ വീണ്ടും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ മഴയിലും അവിടെ വലിയ ഗതാഗത തടസ്സവും വെള്ളക്കെട്ടുമൊക്കെ ഉണ്ടായതാണ്. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, എന്താണ് ഇൻഫോ പാർക്കിലെ സ്ഥിതി? വേണു, കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഭീകരമാണ് ഈ ഇൻഫോ പാർക്കിലെ ഇപ്പോഴത്തെ അവസ്ഥ. ഇൻഫോ പാർക്കിൽ ഒട്ടുമിക്ക കമ്പനികളുടെ ഉള്ളിലേക്കും അതോടൊപ്പം തന്നെ ആ പ്രദേശത്താകെയും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വാഹനങ്ങളൊക്കെ വെള്ളത്തിലൂടെ കഷ്ടപ്പെട്ട് അത് കൊണ്ടുവരുന്നത്, ഇരുചക്ര വാഹനങ്ങളൊക്കെ മുങ്ങിക്കിടക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ആ പരിസരം മുഴുവൻ വെള്ളക്കെട്ട് നിറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. അത് വെള്ളക്കെട്ടെന്നല്ല പറയേണ്ടത്, അതിനും അപ്പുറമായി കഴിഞ്ഞു നിലവിലിപ്പോൾ ഇൻഫോ പാർക്കിലെ അവസ്ഥ. അടിയന്തരമായ ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഇൻഫോ പാർക്കിൽ ഉണ്ടായില്ലെങ്കിൽ സ്ഥിതി അതീവ മോശമാകും. ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികൾ, അന്താരാഷ്ട്ര കമ്പനികളടക്കം പ്രവർത്തിക്കുന്ന IT മേഖലയാണ്. അവിടെയാണ് ഈ നിരുത്തരവാദപരമായ സമീപനം ഉണ്ടായത്. കഴിഞ്ഞ തവണ വെള്ളം കയറി ഈ ഓഫീസുകൾ വരെ ചോർന്നൊലിക്കുന്ന, ഓഫീസുകൾക്കകത്തേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടും നടപടികൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. വെള്ളം ഒഴുകിപ്പോകുന്നതിന് സൗകര്യമില്ല. ഈ കടമ്പ്രയാർ പോള നിറഞ്ഞ് ഒരു തുള്ളി പോലും വെള്ളം ഒഴുകാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന സാഹചര്യവുമുണ്ട്. ഇത് ജില്ലാ ഭരണകൂടം ഇടപെടാത്ത പക്ഷം അത് IT പാർക്കിന്, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട IT പാർക്കിന് നാണക്കേടായി മാറുമെന്നാണ് പറയാനുള്ളത്. ഈ ദൃശ്യങ്ങൾ തെളിയിക്കുന്നതും അതാണ്. വേണു, ശ്രീകാന്ത്, ഈ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലും ഇതേപോലെ തന്നെ അവിടെ വെള്ളം പൊങ്ങി ഗതാഗത കുരുക്കമൊക്കെ ഉണ്ടായതാണ്. അതിനുശേഷം ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണോ? ഇറിഗേഷൻ വകുപ്പ് സ്ഥാപിച്ചിരുന്ന ഒരു ബണ്ട് പൊളിച്ചു നീക്കി എന്നതൊഴിച്ചാൽ ജില്ലാ ഭരണകൂടം യാതൊന്നും ചെയ്തില്ല എന്നാണ് ഇന്നിപ്പോൾ വീണ്ടും വെള്ളം പൊങ്ങുമ്പോൾ മനസ്സിലാകുന്നത്. നേരത്തെ ജില്ലാ കളക്ടർ ഇടപെട്ട് ഇറിഗേഷൻ വകുപ്പ് സ്ഥാപിച്ചിരുന്ന ഒരു ബണ്ട് പൊളിച്ചു നീക്കി വെള്ളം സുഗമമായി ഒഴുകും എന്ന് ഉറപ്പ് കൊടുത്തതാണ്. പക്ഷേ ആ ഉറപ്പ് പാഴായി എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും. ഇൻഫോ പാർക്കിൽ ഇന്ന് പെയ്ത മഴയിലാണ് ഈ വെള്ളം അത്രയും കയറിയിരിക്കുന്നത്. TCS-ന് മുന്നിലും അതോടൊപ്പം തന്നെ തപസ്യ ബിൽഡിങ്ങിന് മുന്നിലുമൊക്കെ തന്നെ നിലവിൽ വലിയ വെള്ളക്കെട്ടാണുള്ളത്. ഇൻഫോ പാർക്കിൽ നിന്നും നിരവധി കോളുകളാണ് നമുക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവർ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ എടുത്ത് അയച്ചു തരുന്നത്. അവരുടെ പലരുടെയും വാഹനങ്ങളിൽ വെള്ളം കയറി, ഈ ഇരുചക്ര വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങി, അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി. ആ വിഷമങ്ങൾ പറയാൻ അവരിപ്പോഴും വിളിക്കുകയാണ്. ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ ഈ IT പാർക്കിൽ അടിയന്തരമായി ഉണ്ടാകണം. താഴ്ന്ന പ്രദേശമാണത്. വെള്ളം ഒഴുകി പോകുന്നതിന് അടിയന്തര നടപടി എന്തെങ്കിലും സ്വീകരിച്ചേ തീരൂ എന്നാണ് നിലവിലിപ്പോൾ ഈ ടെക് മേഖലയിലുള്ളവർ ആവശ്യപ്പെടുന്നത്. ഈ ദൃശ്യങ്ങൾ ഭീകരമാണ്. അവിടെ നേരിട്ട് ആ കാഴ്ച കാണുന്നവർ പോലും ഇക്കാര്യം വിളിച്ചു പറയുന്നുണ്ട്. അടിയന്തര ഇടപെടൽ വേണമെന്നാണ് അവരുടെ ആവശ്യം. ശരി, ഇൻഫോ പാർക്കിൽ വീണ്ടും വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ്. അവിടെ കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും കനത്ത മഴയിൽ അവിടെ ഇതുപോലെ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുകയുണ്ടായി. വാഹന ഗതാഗതം തടസ്സപ്പെടുന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ടായി. അതിന്റെ ആവർത്തനമാണ് ഇന്നും ഇൻഫോ പാർക്കിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ശ്രീകാന്ത് നൽകുന്ന വിവരം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.